നമസ്കാരം. പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ സിപിഎമ്മിന് ബന്ധമില്ല എന്ന് ആവർത്തിക്കുമ്പോഴും പാർട്ടി നേതാക്കൾ പ്രതികൾക്കൊപ്പമാണെന്ന് സുവ്യക്തമാവുകയാണ്. ഇന്നലെ കൊച്ചിയിലെ CBI കോടതിയിൽ വിധി പ്രസ്താവന നടക്കുമ്പോൾ പ്രതികൾക്ക് പിന്തുണയുമായി കാസർകോട്ടെ പ്രമുഖ CPM നേതാക്കൾ കോടതി പരിസരത്തുണ്ടായിരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പാർട്ടി പ്രതിസ്ഥാനത്ത് വരുമ്പോൾ CPM നേതാക്കൾ ഉരുവിടുന്ന സ്ഥിരം പല്ലവിയുണ്ട്: പാർട്ടിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല. തുടക്കത്തിൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ 1-2 പ്രതികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. പിന്നെ പതുക്കെ അവരെ ചേർത്തങ്ങ് പിടിക്കും. എല്ലാ സഹായങ്ങളും തന്നെ നൽകുകയും ചെയ്യും. പെരിയ കേസിൽ 1-ാം പ്രതി M പീതാംബരനെ പാർട്ടി പുറത്താക്കിയിരുന്നു. പീതാംബരന് കൊല്ലപ്പെട്ട കൃപേഷിനോടും ശരത് ലാലിനോടുമുള്ള വ്യക്തിവിദ്വേഷം മൂലമാണ് കൊല നടത്തിയതെന്നാണ് CPM-ഉം അവരുടെ മുഖപത്രവും ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം. ഈ അവകാശവാദങ്ങളെല്ലാം ശുദ്ധ കളവാണ് എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രം ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലൂടെ. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 1-ാം പ്രതി പീതാംബരന് CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാഞ്ഞങ്ങാട് നഗരസഭ കൗൺസിലറുമായിട്ടുള്ള VV രമേശൻ ഹസ്തദാനം നൽകി വർത്തമാനം പറയുന്ന ഒരു ചിത്രം. രമേശിനൊപ്പം DYFI സംസ്ഥാന കമ്മിറ്റി അംഗം K സബീഷുമുണ്ട്. ഈ ചിത്രത്തിൽ 21-ാം പ്രതി രാഘവൻ വെളുത്തോളിയെയും കാണാൻ കഴിയുന്നുണ്ട്. CBI കോടതി പരിസരത്ത് കാസർകോട്ടെ നിരവധി പ്രാദേശിക നേതാക്കളാണ് എത്തിയിരുന്നത്. പാർട്ടിക്ക് കേസുമായി ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നേതാക്കൾ പ്രതികൾക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നത് എന്ന് ചോദിച്ചാൽ CPM നേതൃത്വത്തിന് അണ്ണാക്കിൽ പിരിവെട്ടും. CPM പുറത്താക്കിയ പ്രതിയോടൊപ്പം നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്നതിൽ CPM അസ്വാഭാവികത കാണുന്നതുമില്ല. പാർട്ടി പുറത്താക്കിയെന്ന് പറയുന്ന പീതാംബരന്റെ ഭാര്യയ്ക്ക് താൽക്കാലിക സർക്കാർ ജോലി നൽകി കുടുംബത്തെ സംരക്ഷിക്കാനും CPM തയ്യാറായി. പെരിയ ഇരട്ടക്കൊല കേസിലെ 3 പ്രതികളുടെ ഭാര്യമാർക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ താൽക്കാലിക ജോലി നൽകിയിരുന്നു. 1-ാം പ്രതി പീതാംബരന്റെ ഭാര്യ കല്യോട്ട് ഏച്ചിലടുക്കത്തെ മഞ്ജു, 2-ാം പ്രതി കല്യോട്ട് CJ സജിയുടെ ഭാര്യ ചിഞ്ചു ഫിലിപ്പ്, 3-ാം പ്രതി കല്യോട്ട് സുരേഷിന്റെ ഭാര്യ KS ബേബി എന്നിവർക്ക് താൽക്കാലിക നിയമനം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രതികളുടെ കുടുംബത്തെ സഹായിക്കാനുള്ള ചുമതല CPM രഹസ്യമായി ഏറ്റെടുക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ ആശുപത്രിയിൽ നടത്തിയ നിയമനമെന്ന് അക്കാലത്ത് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ പുറമെയാണ് CBI അന്വേഷണം തടയാൻ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ചത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പറയുകയും പ്രതി PP ദിവ്യയെ സംരക്ഷിക്കുന്നതും ഇവർ തന്നെ. ദിവ്യ ജാമ്യം നേടി ജയിലിൽ പുറത്തു വന്ന ദിവസം അവരെ സ്വീകരിക്കാൻ പാർട്ടിയുടെ ജില്ലാ പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ എത്തിയിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയും ജില്ലാ കമ്മിറ്റി അംഗവുമായ PK ശ്യാമള, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N സുകന്യ, MV സരള, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തുടങ്ങിയവരെ ജയിലിന്റെ പരിസരത്ത് കണ്ടിരുന്നു. RMP നേതാവ് TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് CPM ഇപ്പോഴും പറയുന്നത്. കേസിലെ 8-ാം പ്രതിയും CPM കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗവുമായ KC രാമചന്ദ്രന് TP ചന്ദ്രശേഖരനോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ വാടക കൊലയാളികളെ ഉപയോഗിച്ച് കൊല നടത്തിയെന്നായിരുന്നു CPM പറഞ്ഞത്. KC രാമചന്ദ്രനെ കൊലപാതകത്തിന്റെ പേരിൽ പാർട്ടി പുറത്താക്കുകയും ചെയ്തു. പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ച വിവരം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ 2014 ഫെബ്രുവരി 10-ന് ജയിലിൽ നേരിട്ട് പോയി അറിയിക്കുകയാണ് ഉണ്ടായത്. CPM-നെ സംബന്ധിച്ച് അസാധാരണമായ നടപടിക്രമമായിരുന്നു അത്. കൊലപാതകവുമായി ഒരു ബന്ധവുമില്ലെന്ന് അവകാശപ്പെടുന്ന പാർട്ടി തന്നെയാണ് പ്രതികളുടെ കേസ് നടത്തുന്നതും വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതും അവരുടെ കുടുംബത്തെ ഇപ്പോഴും പൊന്നുപോലെ സംരക്ഷിക്കുന്നതുമെല്ലാം. TP കേസിലെ പ്രതികളായ വാടക കൊലയാളികൾക്ക് CPM-ഉമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മറ്റു നേതാക്കളും പൊതുജനങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നത്. എന്നാൽ CPM-ന്റെ മുൻ സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ 2018 ജൂൺ 11-ന് നിയമസഭയിൽ പറഞ്ഞത് കൊടി സുനി ഉൾപ്പെടെ പ്രതികളായ 12 പേർ CPM അനുഭാവികളാണ് എന്നാണ്. TP വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി കേസ് നടത്തിയതും ഹൈക്കോടതിയിൽ അപ്പീൽ പോയതും CPM. TP കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടിസുനിക്കും കൂട്ടർക്കും ക്രൂരമർദ്ദനം ഏറ്റെന്നാരോപിച്ച് കോടിയേരിയുടെ നേതൃത്വത്തിൽ വിയൂർ ജയിലിനു മുന്നിൽ സത്യാഗ്രഹം ഇരുന്നതും കേരളം കണ്ടതാണ്. അതുകൊണ്ട് കണ്ണിൽ പൊടിയിടാനൊന്നും നോക്കണ്ട. നിങ്ങൾ ആർക്കൊപ്പമാണ് എന്നുള്ളത് പൊതുജനത്തിന് വ്യക്തമാണ്. നന്ദി.